ഇന്ന് നമ്മൾ എങ്ങോട്ടാ അറിയോ? നമ്മളെ മാമനും മക്കളും കൂടി വയനാട്ടിലേക്ക് പോകണമെന്ന്. നമ്മള് രാവിലെ തന്നെ ഇറങ്ങിയിട്ട് പിന്നെ 4-ാം ചുരത്തിലെത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയാണ്. അപ്പൊ ഒരു ഷോപ്പ് കയറിയിട്ട് അവിടുത്തെ ചില്ലുംകൂട്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ മൊത്തം തേനീച്ച. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറെ ഷോപ്പിൽ നിന്നാണ് പിന്നെ പലഹാരമൊക്കെ വാങ്ങിയത്. പിന്നെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ വയനാട്ടിൽ പോകുമ്പോൾ എന്തായാലും ഒരു ബ്ലോക്ക് മസ്റ്റാണ്. അങ്ങനെ ആ ബ്ലോക്കിലൊക്കെ കുടുങ്ങി വയനാട്ടിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ജലജ ബേക്കറിയിലേക്കാണ് പോയത്. പിന്നെ ബട്ടർ ബൺ ഇല്ലാതെ നടക്കൂലല്ലോ. ഭാഗ്യത്തിന് അവിടെ നമ്മൾ പോയ ടൈമിൽ ബട്ടർ ബൺ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ബട്ടർ ബണ്ണൊക്കെ കഴിച്ച്, പക്ഷെ പഴയ പോലെ ഒരു ക്വാണ്ടിറ്റി കിട്ടുന്നില്ല. ഇനി ഇവിടുന്ന് നേരെ നമ്മള് KMS പോണത്, നമ്മളെ മജീദ് ഖാന്റെ ബീഫ് കഴിക്കാൻ. അങ്ങനെ ഇവിടുന്ന് നമ്മള് ബീഫും പൊറാട്ടിയും പഴംപൊരിയും ഒക്കെ കഴിക്കാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ ബസ് ഇങ്ങനെ പോകുമ്പോ ആ ബസ്സിലുള്ളവർക്ക് നമ്മൾ കഴിക്കാണ്ട് കൊതി വരില്ലേ? പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇവിടാണ് നമ്മള് മിന്നൽ മുരളി ഷൂട്ട് ചെയ്ത സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഇവിടെ അടുത്താണ്, പെരിക്കല്ലൂര്. അപ്പൊ അവിടെയും കൂടി എന്തായാലും പോയിട്ട് വരാന്ന് വിചാരിച്ചു. ഇവിടെ ഈ ഒരു റിവറാണ് ഇവിടുത്തെ ബോർഡർ, അപ്പുറത്താണെങ്കിൽ കർണാടക ആണ്. എന്തായാലും വന്നില്ലേ, അപ്പൊ നമ്മക്കും ഒന്ന് കർണാടക പോയിട്ട് വരാം ബോട്ടില്. പിന്നെ എന്റെ കൂടെ വന്ന എല്ലാവർക്കും പേടിയാ, പ്രത്യേകിച്ച് നമ്മളെ ജഫിത്താക്ക്. ആ കൂട്ടത്തിൽ എനിക്ക് മാത്രമേ ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മള് കർണാടകയിൽ എത്തിയിട്ട് അവിടുന്ന് ഒരു കുപ്പി വെള്ളം മാത്രം കുടിച്ചിട്ട് നമ്മള് തിരിച്ചു പോവാണ്. പിന്നെ തിരിച്ചു പോകുമ്പോ ജഫിത്ത എന്റെ കൂടെ ഇരുന്നത്. ജഫിത്താക്കാണെങ്കിലോ ബോട്ടൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളകിയാല് പേടിയാണ്. പിന്നെ ഞാനാണ് ധൈര്യം പകർന്നു കൊടുത്തത്, ഞാനല്ലേ കൂടെ. ഈ എക്സ്പ്രഷൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ദാറ്റ് ഈസ് നാച്ചുറൽ, വെരി വെരി നാച്ചുറൽ. അങ്ങനെ നമ്മള് ബോട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. ഇത് കണ്ടില്ലേ, നെല്ലിന്റെ കൃഷിയാണ് ഇതൊക്കെ. അപ്പണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മാവ് നിറയെ മാങ്ങ. കണ്ടാൽ ആർക്കായാലും പൂതി വരില്ലേ? അങ്ങനെ നമ്മള് മെല്ലനെ ആ വീട്ടുകാരടുത്ത് ചോദിച്ചു നോക്കി. അങ്ങനെ ഓൽക്ക് നല്ല മനസ്സായോണ്ട് തന്നെ ഓല് നമുക്ക് മാങ്ങ പറിച്ചെന്ന്. പോണ വൈക്കേ മാങ്ങ തിന്നണം എന്നുള്ള പൂതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇപ്പൊ നമുക്ക് മാങ്ങയും കിട്ടി. കണ്ടില്ലേ, എല്ലാരും മൊത്തം മാങ്ങ കിട്ടിയതിന്റെ സന്തോഷമുണ്ട്. പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ ഇതിന്റെ പാർട്ട് 2 എന്തായാലും വരൂ. അപ്പൊ നിങ്ങളെല്ലാരും കാത്തിരിക്കുക. അപ്പൊ ബൈ.